സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അശോകന്റെ മകളുടെ വിവാഹ ദിവസം വന്നെത്തി. സ്നേഹിക്കുന്നവർ ഒന്നിക്കണമെന്ന ഒറ്റ നിർബന്ധം മാത്രമേ സച്ചിക്കും രേവതിക്കും ഉണ്ടായിരുന്നുള്ളൂ. ഒളിച്ചോടി പോയവരെ തിരികെ കൊണ്ടുവന്ന് ഇരു കുടുംബങ്ങളെയും പറഞ്ഞു മനസ്സിലാക്കാൻ അവരൊരുപാടധികം കഷ്ടപ്പെട്ടു. സ്നേഹിക്കുന്നവർ പിരിയാതിരിക്കട്ടെ, അവരൊരുമിച്ച് ജീവിക്കട്ടെ. രേവതിയുടെ ആ വാക്കുകൾക്ക് മുന്നിൽ അശോകനും ചെറുക്കന്റെ അച്ഛനുമൊക്കെ അലിഞ്ഞു പോയങ്ങില്ലാതായി. അതേസമയം സച്ചിയുടെ തറവാട്ടിൽ ഒരുക്കങ്ങൾ ഇങ്ങനെ തകൃതിയായി നടക്കുകയാണ്. ചന്ദ്രയും വർഷയും രേവതിയൊക്കെ നല്ല ഭംഗിയായി തന്നെ അണിഞ്ഞൊരുങ്ങി. മുല്ലപ്പൂവിന്റെ ഗന്ധവും ചന്ദനത്തിരിയുടെ സുഗന്ധവും ആ വീടിനാകെ പൊതിഞ്ഞിരുന്നു. എന്നാൽ ഈ സന്തോഷങ്ങൾക്കിടയിലും ചിലരുടെ മുഖത്ത് വല്ലാത്തൊരു അതൃപ്തി നേടിച്ചു. സച്ചിയുടെ അമ്മക്കായിരുന്നു ഏറ്റവും വലിയ എതിർപ്പ്. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സാരിയുടെ ഞെറിവുകൾ ശരിയാക്കുന്ന ഉടനെ തന്നെ ചന്ദ്രമതി പിറുപിറുത്തു. ഒളിച്ചോടിപ്പോയ രണ്ടുപേരെ പിടിച്ചുകൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കുക. ഇതെന്താ വെള്ളരിക്ക പട്ടണമോ? ഇതൊക്കെ എവിടെ നടക്കും? ചന്ദ്രമതിയുടെ വാക്കുകൾ കേട്ട് രവീന്ദ്രൻ പതുക്കെ ചിരിച്ചു. നിനക്കെന്താണ് ഇത്ര കുഴപ്പം? അവരല്ലേ വിവാഹം കഴിക്കാൻ പോകുന്നത്. അവരുടെ വീട്ടുകാർക്കില്ലാത്ത പരാതി നിനക്കെന്താ? ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിയുടെ ദേഷ്യം അങ്ങ് കൂടി. ഈ കല്യാണത്തിന് പങ്കെടുക്കാൻ തന്നെ എനിക്ക് വലിയ നാണക്കേടാണ്. ഒളിച്ചോടി പോയവരെ വീണ്ടും വിളിച്ചുകൊണ്ട് വന്ന് കല്യാണം കഴിക്കുക അതൊരു നല്ല ഏർപ്പാടല്ല. പെട്ടെന്നാണ് ഇത് കേട്ട് സച്ചി അങ്ങോട്ടേക്ക് വന്നത്. ചന്ദ്രയുടെ വാക്കുകൾ സച്ചിയുടെ കാതുകളിൽ മുഴങ്ങി. ചുണ്ടിലൊരു പരിഹാസ ചിരിയോടുകൂടി തന്നെ സച്ചി പറഞ്ഞു, അയ്യോ, അങ്ങനെയാണെങ്കിൽ ഓടിപ്പോവാത്ത മറ്റൊരാൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അമ്മക്കിതൊക്കെ പറയാൻ നാണമുണ്ടോ? സ്വന്തം മകൻ സുധി അവന്റെ കല്യാണത്തിനെന്ന് ഒളിച്ചു ഓടിപ്പോയതൊക്കെ അമ്മ എന്താ മറന്നുപോയോ? അന്ന് നാട്ടുകാരൊന്നും അറിഞ്ഞില്ലല്ലോ അല്ലേ? സച്ചിയുടെ ചോദ്യം ചന്ദ്രമതിയുടെ നെഞ്ചിൽ ഒരു അസ്ത്രം പോലെയാണ് തറച്ചത്. അവരുടെ മുഖം വിളറി വെളുത്തു. ഓ, എന്തു പറഞ്ഞാലും അവസാനം എൻ്റെ മോൻ്റെ തലയിലങ്ങ് കൊണ്ടുപോയി വെച്ചാൽ മതിയല്ലോ നിനക്ക്, അമ്മ സ്വരം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് സുധി അങ്ങോട്ടേക്ക് കടന്നു വന്നത്. സച്ചി, നീ എന്തിനാ എപ്പോഴും പഴയ കാര്യങ്ങളിങ്ങനെ എടുത്തിരുന്നത്? കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ അതൊക്കെ? സച്ചിയുടെ കണ്ണുകൾ കനത്തു. കഴിഞ്ഞുപോയ കാര്യങ്ങളാണെങ്കിൽ പിന്നെ എന്തിനാടാ നിന്റെ അമ്മ എപ്പോഴും മറ്റുള്ളവരെങ്ങനെ കുറ്റം പറയുന്നത്? സ്വന്തം കണ്ണിലെ തടി എടുത്തിട്ടിട്ട് പോരെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ? അന്തരീക്ഷം പെട്ടെന്ന് ചൂട് പിടിച്ചു. വാക്കുകൾ അതിരിവിടുമെന്ന് തോന്നിയപ്പോൾ രവീന്ദ്രൻ ഇടപെട്ടു. മതി, നിർത്ത്. കല്യാണത്തിന്റെ സമയമാവാറായി. ഇനി വൈകിട്ട് അവിടെ ചെന്നിട്ടൊന്നും കാര്യമില്ല. അശോകന്റെ മകളുടെ കല്യാണമല്ലേ, നമ്മളൊക്കെ തന്നെ മുന്നിൽ നിന്ന് അതൊക്കെ നടത്തിക്കൊടുക്കേണ്ടവരാ. വേഗം ഇറങ്ങാൻ നോക്ക്. സച്ചി ദേഷ്യം ഉള്ളിലൊതുക്കി കാറിന്റെ താക്കോലും എടുത്ത് പുറത്തേക്ക് നടന്നു. രേവതി അവനെ ശാന്തമാക്കാൻ വേണ്ടി കൂടെ ചെന്നു. എല്ലാവരും മറന്ന് ഒരു പുതിയ സന്തോഷത്തിലേക്ക് കൊണ്ട് തന്നെ ആ ഒരു യാത്ര അങ്ങ് തിരിക്കുകയാണ്. വിവാഹ മണ്ഡപത്തിലേക്കുള്ള ആ ഒരു യാത്രക്കിടയിലാണ് സച്ചിയുടെ ഓർമ്മകളിലേക്ക് ആ ഒരു പഴയ സംഭവം കടന്നു വരുന്നത്. അരുൺ എന്ന പോലീസുകാരനുമായിട്ടുള്ള പ്രശ്നം. പാർക്കിംഗ് അല്ലാത്ത സ്ഥലത്ത് വണ്ടി നിർത്തിയതിന് സച്ചിയെ കൊണ്ട് പെട്ടിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയ അരുൺ അന്ന് കാർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയവനാണ് സച്ചി. ആ ഒരു വൈരാഗ്യം സച്ചിയുടെ മനസ്സിൽ ഒരു കനലായി തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ദേവുവിന്റെ ഭാവി വരണാണ് അരുൺ എന്ന് സച്ചിക്കപ്പോൾ അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കഴിഞ്ഞ ദിവസം ഒരു കാഴ്ച സച്ചി കണ്ടത്. തിരക്കേറിയ നിരത്തിലൂടെ ഒരു ബൈക്ക് അതിവേഗത്തിൽ പാഞ്ഞു പോകുന്നു. വണ്ടി ഓടിക്കുന്നത് അരുണാണ്. ഹെൽമെറ്റ് ഇല്ല, ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ പാലിക്കുന്നില്ല. അരുണിന്റെ അമ്മക്ക് പെട്ടെന്ന് സുഖമില്ലാതായപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവൻ. എന്നാൽ സച്ചി അതൊന്നും തന്നെ അറിഞ്ഞില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ എന്ന് ചിന്തിച്ച സച്ചി തന്ത്രപൂർവ്വം തന്നെ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ മൊബൈൽ ഫോണിൽ പകർത്തി. നിയമം ജനങ്ങൾക്ക് മാത്രം ബാധകമാക്കിയാൽ പോരല്ലോ, ജനങ്ങളെ ഇവരും മണ്ടന്മാരാക്കുമല്ലേ? സച്ചി മനസ്സിലിങ്ങനെ കരുതി. തന്റെ ഫോണിലെ ഗാലറിയിൽ ഭദ്രമായിരിക്കുന്ന ആ ഒരു വീഡിയോ അരുണിനുള്ള ഒരു തിരിച്ചടിയാണെന്ന് അവനറിയാമായിരുന്നു. ഈ പ്രതികാരം ഭാവിയിൽ ദേവുവിന്റെയും അരുണിന്റെയും ജീവിതത്തിൽ എന്ത് കോളിളക്കമാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്നൊക്കെ കാലത്തിന് മാത്രമേ ഇനി അറിയാൻ കഴിയുള്ളൂ. ഇതേ സമയം കാണിക്കുന്നത് അതിഗംഭീരമായ തന്നെ ഒരു കല്യാണ മണ്ഡപം. വർണ്ണാഭമായ പൂക്കൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും മണ്ഡപം അലങ്കരിച്ചിരിക്കുന്നു. നാദസ്വരത്തിന്റെ മംഗളകരമായ ഈണങ്ങൾ അവിടെയൊക്കെ അലയടിച്ചു. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ചന്ദ്രമതിയും വർഷയും രേവതിയും അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലാണ്. ചെറുക്കന്റെ വീട്ടുകാർ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായി. നാദസ്വരം ഉച്ചത്തിലായി. ആളുകൾ അവർക്ക് വഴിയൊരുക്കി. ആൾക്കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, ബീരാൻ, ചെറുക്കന്റെ അമ്മയുടെ സ്വന്തം ആങ്ങള. സ്വന്തം പെങ്ങളുടെ മകന്റെ കല്യാണത്തിന് ബീരാൻ വരാതിരിക്കുന്നത് എങ്ങനെയാ? നല്ല മുണ്ടും ഷർട്ടൊക്കെ ധരിച്ച് ഗമയിൽ തന്നെയാണ് ബീരാൻ നടന്നു വരുന്നത്. പെട്ടെന്നാണ് അവിടെ ഒരു മൂലയിൽ നിൽക്കുകയായിരുന്നു ശ്രുതിയുടെ കണ്ണുകളിൽ ബീരാൻ ഉടക്കിയത്. അവളുടെ ശ്വാസം ഒരു നിമിഷമങ്ങ് നിലച്ചുപോയി. ഹൃദയമെടുപ്പ് ഇരട്ടിയായി. നെഞ്ചിലൊരു വലിയ പാറക്കല്ലി വന്നു വീണതുപോലെ അവൾക്ക് തോന്നി. എന്റെ ദൈവേ, മീരാനിക്ക! അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. സച്ചിയുടെയും കുടുംബത്തിന്റെയും മുന്നിൽ തന്റെ ഇളയച്ചനായി അഭിനയിക്കാൻ ശ്രുതി കൊണ്ടുവന്ന ആളാണ് ബീരാനെ. ആളിപ്പോ ഇവിടെ വരന്റെ അമ്മാവനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. സച്ചിയോ രേവതിയോ ബീരാനെ കണ്ടാൽ പിന്നെ സകല കള്ളത്തരങ്ങളും പിടിക്കപ്പെടും. ശ്രുതിയുടെ സകല കള്ളത്തരും അവിടെ വെളിച്ചത്താവും. തന്റെ വിവാഹ ജീവിതം അവിടെ വെച്ച് തന്നെ തകർന്നടിയും.
ഭയം കാരണം ശ്രുതിയുടെ കാലുകൾ വിറച്ചു. നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അവൾ ചുറ്റും നോക്കി. രേവതിയും സച്ചിയും അല്പം മാറി നിൽക്കുന്നുണ്ട്. അവർ ബീരാനെ കണ്ടിട്ടില്ല. എങ്ങനെയെങ്കിലും ബീരാനെ അവിടെ നിന്നും പറഞ്ഞയക്കണം. അവൾ വേഗം മീരയെ തിരഞ്ഞു പിടിച്ചു. മീരയുടെ കൈകളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് തന്നെ ജനക്കൂട്ടത്തിൽ നിന്നും അല്പം മാറി ഇരുളടഞ്ഞ ഒരു കോണിലേക്ക് അവൾ പോയി. എന്താടി, എന്താ നിനക്ക് പറ്റിയത്? വിയർത്തു കുളിച്ചിരിക്കുവാണല്ലോ നീ, മീര പരിഭ്രമത്തോട് ചോദിച്ചു. മീരെ, ഞാൻ തീർന്നു, എൻ്റെ ജീവിതം തീർന്നു, ശ്രുതി കെതിച്ചുകൊണ്ട് പറഞ്ഞു. ദേ, ആ വന്നിരിക്കുന്നവനെന്നോ നോക്കിക്കേ, ബീരാനിക്ക. എന്ത് ബീരാനിക്കയോ? പുള്ളിക്ക് എന്താ ഇവിടെ കാര്യം? മീര ഞെട്ടലോട് ചോദിച്ചു. അതെനിക്ക് എങ്ങനെ അറിയാനാ? ഇവിടുത്തെ അങ്കിളുടെ കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണമായത്. ആ ചെറുക്കൻ്റെ കൂട്ടത്തിൽ ബീരാനിക്ക വരുന്നുണ്ട്. നീ ഫോണെടുത്ത് വേഗം ബീരാനിക്കയെ വിളിക്ക്. ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും മാറി പോവാൻ പറ. ഞാൻ ഇനി നേരിട്ട് ചെന്നാൽ പിന്നെ അത് വലിയ പ്രശ്നമായിരിക്കും. ഇവിടെ എല്ലാവരും ഉണ്ട്. ശ്രുതി കരയാൻ തുടങ്ങിയിരുന്നു. എൻ്റെ പൊന്നു ശ്രുതി, ഞാനും കൂടെ പെട്ടല്ലോ നിന്റെ കൂടെ. ആ മനുഷ്യൻ ആദ്യമേ ദേഷ്യത്തിലാണ്. ഇനി കള്ളത്തരത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോയതല്ലേ. ഇതിപ്പോൾ ഞാൻ എങ്ങനെ ആ കാര്യം അയാളോട് പറയും? മീര ഫോൺ കയ്യിലെടുത്തുകൊണ്ട് വിറച്ചു. എങ്ങനെയെങ്കിലും പറ മീരെ, എൻ്റെ ജീവിതം തകർന്നെന്ന് പറ. ശ്രുതി കൈകൂപ്പി. കല്യാണ മണ്ഡപത്തിൻ്റെ ഒരു വശത്ത് നിന്ന് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ബീരാൻ ഫോൺ എടുത്തു. മീരയുടെ പേര് കണ്ടപ്പോൾ തന്നെ അയാൾക്ക് അത്ഭുതം തോന്നി. ഹലോ, എന്താ മീര മോളെ? മീരക്ക് എന്താ വേണ്ടത്? ഇറച്ചി വല്ലതും വേണോ? ഒരു മുട്ടനാടിൻ്റെ ഇറച്ചി വന്നിട്ടുണ്ട്. ബീരാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. എൻ്റെ പൊന്നു ബീരാനിക്ക, എനിക്കിപ്പോൾ ഇറച്ചിയും വേണ്ട. ബീരാനിക്ക ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? മീര പരങ്ങലോട് ചോദിച്ചു. അത് പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി മോളെ. എൻ്റെ സ്വന്തം പെങ്ങളില്ലേ, അവളുടെ മോൻ്റെ കല്യാണം ഇന്ന്. ഞാൻ എവിടെയാ? മണ്ഡപത്തിലാണ് നിൽക്കുന്നത്. ബീരാനിക്ക, അത് പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാമോ? എന്ത്? പെങ്ങളുടെ മോരെ കല്യാണത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കാനോ? നീ എന്താ മീര ഈ പറയുന്നത്? ബീരാന്റെ ശബ്ദം കടുത്തു. അത് പിന്നെ ആകപ്പാട് പ്രശ്നമായി ബീരാനിക്ക. അതെ, ശ്രുതിയില്ലേ, അവളും അവളുടെ വീട്ടുകാരും കുടുംബക്കാരും മൊത്തം അവിടെയുണ്ട്. അവളുടെ അമ്മായിയച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോളെയാ നിങ്ങളുടെ പെങ്ങളെ മോൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. മീര ഒറ്റ ശ്വാസത്തിലങ്ങ് പറഞ്ഞു തീർത്തു. ബീരാൻ പെട്ടെന്ന് നിശബ്ദനായി. സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അയാളുടെ തലച്ചോറ് മരവിക്കുന്നത് പോലെ തോന്നി. ഹോ, എൻ്റെ പടച്ചോനെ, ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോയി മോളെ. ഞാനിപ്പോൾ അവളുടെ ഇളയച്ചനാണല്ലോ അവിടെ. എൻ്റെ റബ്ബേ, ഞാനിപ്പിനി എന്താ ചെയ്യുക? ബീരാനിക്ക് ഒന്നും ചെയ്യണ്ട, അവിടെ നിന്നും വേഗം ഒന്ന് മാറിപ്പോയാൽ മതി, മീര അപേക്ഷിച്ചു. എൻ്റെ സ്വന്തം രക്തം, എൻ്റെ സ്വന്തം പെങ്ങളുടെ പോലെ കല്യാണത്തിന് അതിൽ നിന്ന് ഞാൻ മാറിപ്പോവാനോ? അതെങ്ങനെ ശരിയാവും മോളെ? ഞാൻ അവൻ്റെ അമ്മാവനല്ലേ. അമ്മാവൻ ചെയ്യേണ്ട ചടങ്ങുകൾ അവിടെ വേറെ ആരെങ്കിലും ചെയ്യുമോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി അഭിനയിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന്. ആ പെണ്ണിൻ്റെ കൂടെ നിന്നിട്ട് കള്ളം പറഞ്ഞ് ഞാൻ അങ്ങ് മടുത്തു. ഇവിടെ നിന്ന് മാറിപ്പോവാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ബീരാൻ തറപ്പിച്ച് പറഞ്ഞു. ബീരാനിക്ക, ഒരു പെണ്ണിൻ്റെ ജീവിതം തകരുന്നത് ബീരാനിക്കക്ക് കാണണോ? ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് അവൾ വീട്ടിൽ ചെന്ന് നിൽക്കേണ്ടി വരും. പ്ലീസ് ബീരാനിക്ക. മീരയുടെ വാക്കുകൾ ബീരാന്റെ ഉള്ളിൽ ഒരല്പം സഹതാപം തോന്നി. എങ്കിലും അയാൾ അതിനൊന്നും സമ്മതിച്ചില്ല. ഫോൺ കട്ട് ചെയ്തു. മീര നിരാശയോടെ ശ്രുതിയെ നോക്കി. നടക്കില്ല ശ്രുതി, അയാൾ അമ്പിനും വില്ലിനും അടുക്കുന്ന മട്ടില്ല. നീ തന്നെ നേരിട്ട് ചെന്ന് അയാൾക്ക് കാല് പിടിച്ചെന്ന് നോക്ക്. അല്ലാതെ ഇനി വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. ശ്രുതിക്ക് ചുറ്റും ലോകം കറങ്ങുന്നത് പോലെ തോന്നി. ആരും കാണാതെ തിരക്കുകൾക്കിടയിലൂടെ അവൾ പതിയെ ബീരാന്റെ അടുത്തേക്ക് നീങ്ങി. ബീരാനെ കണ്ടപ്പോൾ അയാളുടെ കയ്യിൽ പിടിച്ച് ആരും അറിയാതെ ഒരു ഇടനാഴിലേക്ക് വലിച്ചുകൊണ്ടു പോവാണ് ശ്രുതി. എന്താ പെങ്കൊച്ചി നിനക്ക് വേണ്ടത്? ബീരാൻ ദേഷ്യത്തോട് ചോദിച്ചു. ഇത് തീക്കളിയാണെന്ന് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ. ഇപ്പോൾ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു കല്യാണം കൂടാൻ പറ്റുന്നില്ല. എൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണമായിന്ന്. എൻ്റെ പൊന്നു ബീരാനിക്ക, ഇവിടെ ഒരു കല്യാണം നടന്ന് 2 കുടുംബങ്ങൾ ഒന്നാവാൻ പോവാ. ആ സമയത്ത് തന്നെ എൻ്റെ കുടുംബം പിരിയണോ? എൻ്റെ ജീവിതം തകർക്കണോ? ഞാൻ കാല് പിടിക്കാൻ ബീരാനിക്ക. പ്ലീസ്, നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോയി തരാമോ? ശ്രുതി കരഞ്ഞുകൊണ്ട് അയാളുടെ കാലിലേക്ക് വീഴാൻ പോയി. നീ എന്താ ഈ കാണിക്കുന്നത്? എനിക്കങ്ങനെ ഇവിടെ നിന്നും പോവാനൊന്നും പറ്റത്തില്ല. എൻ്റെ അളിയനും പെങ്ങളൊക്കെ എന്ത് വിചാരിക്കും? നീ ഓരോ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ഞാൻ എന്തിനാ ഇങ്ങനെ കുട പിടിച്ച് നിൽക്കുന്നത്? ബീരാന് സങ്കടവും ദേഷ്യവും അടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു. ബീരാനിക്ക, എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. പക്ഷേ എനിക്കൊരു അസുഖമുള്ള അമ്മയുണ്ട്. എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഹൃദയം അതൊരിക്കലും താങ്ങില്ല. എൻ്റെ അമ്മ മരിച്ചു പോകും. നിങ്ങൾ കാരണം ആരുടെയൊക്കെ ജീവിതമാ തകരാൻ പോകുന്നത് എന്ന് ചിന്തിച്ചു നോക്ക്. ശ്രുതിയുടെ കണ്ണുനീർ ബീരാന്റെ മനസ്സലിയിച്ചു. അയാളൊന്ന് നെടുവീർപ്പിട്ടു. ശരി, തൽക്കാലം ഞാൻ ആരും കാണാതെ ഒഴിഞ്ഞു മാറി നടന്നോളാം, മുഖം മറച്ചു നിന്നോളാം. അല്ലാതെ എനിക്ക് ഇവിടെ നിന്ന് പോവാനൊന്നും പറ്റില്ല. മര്യാദക്ക് എൻ്റെ മുന്നിൽ നിന്ന് മാറിപ്പോയിക്കോ. ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന് പറയും. അത്രയും പറഞ്ഞുകൊണ്ട് ബീരാൻ അവിടെ നിന്നും നടന്നുപോയി. ശ്രുതിക്ക് അത് കേട്ടപ്പോൾ പകുതി ആശ്വാസമായി. എങ്കിലും ഭയം അവളെ വിട്ടുമാറിയിരുന്നില്ല. ബീരാൻ തലവഴി മുണ്ടിട്ടുകൊണ്ട് പകുതി മറിച്ച് കല്യാണ മണ്ഡപത്തിന്റെ ഒരു മൂലയിലിങ്ങനെ പതുങ്ങി നടക്കാൻ തുടങ്ങി. എന്നാൽ വിധി അവരെ കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ശ്രുതിയുടെ വെപ്രാളവും ആ ഓട്ടവും രേവതിയുടെ കണ്ണുകളിൽ പതിഞ്ഞിരുന്നു. ശ്രുതിക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന് രേവതിക്ക് തോന്നി. അവൾ ചുറ്റും കണ്ണോടിച്ചു. പെട്ടെന്നാണ് പതുങ്ങി നടക്കുന്ന ഒരാളെ രേവതി കണ്ടത്. മുഖം മറച്ചിട്ടുണ്ടെന്നും ആ നടപ്പും ശരീരപ്രകൃതവും അവൾക്ക് എവിടെയോ കണ്ടു പരിചയമുള്ളതുപോലെ തോന്നി. അവൾ സൂക്ഷിച്ചു നോക്കി. ഒരു നിമിഷം, അതെ, അത് ശ്രുതിയുടെ ഇളയച്ചൻ തന്നെ.
രേവതി വേഗം സച്ചിയുടെ അടുത്തേക്ക് ഓടി. സച്ചിയേട്ടാ, അവൾ പതുക്കെ വിളിച്ചു. എന്താ എന്താ രേവതി, എന്തു പറ്റി? സച്ചി ചോദിച്ചു. സച്ചിയേട്ടാ, നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനില്ലേ, പുള്ളിയെ ഞാൻ കണ്ടു. എന്ത്, ഇളയച്ചനെ നീ കണ്ടെന്നോ? എവിടെ വെച്ച്? സച്ചിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതേ സച്ചിയേട്ടാ, ദേ അതിലൂടെ വരുന്നുണ്ടായിരുന്നു. തല വഴി മുണ്ടൊക്കെ ഇട്ട് മുഖം മറച്ചിട്ടാണ് അയാൾ നടക്കുന്നത്. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് ഇളയച്ചൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായി. സച്ചിയുടെ മുഖത്ത് ഒരു വല്ലാത്ത ചിരി വിടർന്നു. അവൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇത്രയും നാൾ അവളെ കബളിപ്പിച്ചതിന്റെ അവസാനത്തെ കളിയാണിത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവളെ പിടികൂടണമല്ലോ രേവതി. അവളും അവനും ചേർന്ന് എത്ര നാളായി നമ്മളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഇളയച്ചൻ വന്നിരിക്കുന്നു. അവനെ നമുക്ക് ഇന്ന് തന്നെ തൂക്കിയെടുക്കണം. സച്ചിയുടെ ശബ്ദത്തിൽ ദൃഢനിശ്ചയമുണ്ടായിരുന്നു. രണ്ടുപേരും പതുക്കെ ബീരാനെ പിന്തുടർന്നു. ജനക്കൂട്ടത്തിൽ നിന്നും അല്പം മാറി നിൽക്കുകയായിരുന്ന ബീരാന്റെ മുന്നിലേക്ക് അപ്രതീക്ഷിതമായി സച്ചിയും രേവതിയും കടന്നു വന്നു. മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ബീരാന്റെ തലച്ചോറ് ശൂന്യമായി. അയാൾ വിയർത്തു. മുണ്ടു മുഖത്തു നിന്നും താഴേക്ക് വീണു. ഹാ, ഇളയച്ചനോ? ഇളയച്ചൻ എന്താ ഇവിടെ പരിപാടി? സച്ചി പരിഹാസത്തോട് ചോദിച്ചു. ബീരാന് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. അയാൾ ചുറ്റും നോക്കി. സച്ചിയും രേവതിയും അയാളെ കൂട്ടി അവിടെ നിന്നും കുറച്ചുകൂടി മാറി നിന്ന് ആരുമില്ലാത്ത മുറിയിലേക്ക് പോയി. എന്താണ് സംഭവങ്ങൾ? തുറന്നു പറയുന്നതാ ഇളയച്ചന് നല്ലത്. സച്ചിയുടെ സ്വരം ഗൗരവമുള്ളതായി. പിടിവള്ളികളൊന്നുമില്ലാതെ ബീരാൻ നിസ്സഹായനായി നിന്നു. ഇനി കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അയാൾക്ക് തോന്നി. സകല സത്യങ്ങളും അയാൾ സച്ചിയോടും രേവതിയോടും തുറന്നു പറഞ്ഞു. താൻ ശ്രുതിയുടെ ഇളയച്ചനല്ല എന്നും വാടകയ്ക്ക് തന്നെ ശ്രുതി എടുത്തതാണെന്നും ഇവിടെ നടക്കുന്നത് സ്വന്തം പെങ്ങളുടെ മകന്റെ കല്യാണമാണെന്നും അതിന് താൻ വന്നതാണുള്ള സകല സത്യങ്ങളും ബീരാൻ തുറന്നു പറഞ്ഞു. സച്ചിക്കും രേവതിക്കും എല്ലാം മനസ്സിലായി. ശ്രുതിയുടെ വലിയൊരു കള്ളത്തരമാണ് ഇവിടെ പൊളിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. സച്ചിയുടെ ദേഷ്യം ഇരട്ടിച്ചു. ഇപ്പൊ തന്നെ പോയി ശ്രുതിയുടെ മുഖത്തരിച്ചുകൊണ്ട് സത്യം എല്ലാവരോടും പറയണമെന്നൊക്കെ സച്ചിക്ക് തോന്നി. പക്ഷേ രേവതി അവനെ തടഞ്ഞു. സച്ചിയേട്ടാ, വേണ്ട, ഇതൊരു നല്ല ചടങ്ങ് നടക്കുന്ന സ്ഥലമാണ്. അശോകൻ അങ്കിളുടെ മകളുടെ കല്യാണമാണ്. ബീരാൻ എന്ന് പറയുന്നത് ഈ ചെക്കന്റെ അമ്മയുടെ സ്വന്തം ആങ്ങളെയാണ്. നമ്മളിപ്പോൾ ഈ സത്യം പുറത്തു പറഞ്ഞാൽ അത് ഈ കല്യാണത്തെ ബാധിക്കും. വലിയൊരു കുടുംബ പ്രശ്നമായിട്ട് അത് മാറും. സച്ചി രേവതിയെ നോക്കി. അവൾ പറയുന്നതാണ് ശരി. എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തങ്ങൾ തന്നെ മുൻകൈയെടുത്ത് നടത്തുന്ന കല്യാണത്തെ അലങ്കോലമാക്കും. ശരിയാണ് രേവതി നീ പറഞ്ഞത്. തൽക്കാലം ഈ കല്യാണം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. അതുവരെ ഇവൻ നമ്മുടെ കയ്യിലിരിക്കട്ടെ. കല്യാണം കഴിഞ്ഞ് നമുക്കിവനെ ശ്രുതിയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തണം. അപ്പോൾ കാണാം അവളുടെ ആ ഒരു മുഖഭാവം. സച്ചി ഒരു നേർച്ചക്കുഴിയെ പോലെ തന്നെ ബീരാനെ അവിടെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി. കല്യാണ മണ്ഡപത്തിൽ കല്യാണ ചടങ്ങുകൾ ഗംഭീരമായി നടക്കുകയാണ്. ഒന്നും അറിയാതെ താൻ സുരക്ഷിതനാണെന്ന വിശ്വാസത്തിൽ ശ്രുതി ആശ്വാസത്തോടുകൂടി നിൽക്കുകയാണ്. താൻ വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴക്ക് രക്ഷപ്പെട്ടുവെന്നും മീരയോട് അവൾ ഫോണിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ശ്രുതിയുടെ പതനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൈയോടെ പിടിക്കപ്പെട്ട അവളുടെ ആദ്യത്തെ ആ ഒരു വലിയ കള്ളത്തരം. ഇനി വരാനിരിക്കുന്നത് ശ്രുതിയുടെ ഉറക്കം കെടുത്തുന്ന ദിനങ്ങളാണ്. സച്ചിയുടെയും രേവതിയുടെയും മുന്നിൽ ബീരാൻ എന്ന ആ ഒരു സത്യം വെളിപ്പെടുന്ന ആ ഒരു വലിയ നിമിഷത്തിനായി കാലം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.